ചെമ്പനീർ പൂവിലെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ചന്ദ്രമതി ആണെങ്കിൽ വീട്ടിൽ വന്ന് കയറുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് ഇടത് കാലൊക്കെ വെച്ചാൽ കയറുന്നത്. അപ്പോൾ നമ്മളെ സച്ചിയാണെങ്കിൽ പോയി പിടിച്ചുകൊണ്ട് വന്നിട്ടാണെങ്കിൽ സെറ്റിക്കകത്തൊക്കെ കൊണ്ട് ഇരുത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, നീയാണെങ്കിൽ നാഴികയ്ക്ക് 40 തൊട്ടം പറയുമല്ലോ എൻ്റെ വീടാണ് എൻ്റെ വീടാണെന്ന്, എന്നിട്ട് പിന്നെ എന്തിനാണ് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നത് നമ്മളെ ചന്ദ്രമതി ആണെങ്കിൽ അങ്ങോട്ട് മുഖമൊക്കെ അങ്ങ് തിരിച്ചങ്ങ് വയ്ക്കും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ സച്ചി പറയുന്നുണ്ട്, എനിക്ക് പിന്നെ രേവതിക്കാണെങ്കിൽ ഇവിടെ അമ്മയില്ലാത്തപ്പോൾ വലിയ സങ്കടമായിരുന്നു. കാര്യം വെച്ചാൽ നേരം വിളിക്കുമ്പോൾ എന്നെയും രേവതിയാണെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടൊക്കെ അല്ലേ അമ്മയുടെ ഒരു ദിവസം തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ സമാധാനമായി. കാര്യം വെച്ചാൽ ഇനിയിപ്പോൾ എന്നും രാവിലെ ആകുമ്പോഴത്തേക്ക് സുപ്രഭാതം പോലെ ആണെങ്കിൽ അമ്മയുടെ വഴക്ക് ഞങ്ങൾക്ക് കേട്ടോണ്ടേ ഇരിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ചന്ദ്രമതി പറയുന്നുണ്ട്, രേവതി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ആണെങ്കിൽ രേവതിയുടെ വീട്ടുകാരും ഇവിടെ വരാൻ പാടില്ല എന്നൊക്കെ നമ്മളെ ചന്ദ്രമതി ആണെങ്കിൽ സച്ചിയെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ രേവതി പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ അമ്മയും അനിയത്തി എന്ത് തെറ്റാണ് ചെയ്തത്, അവർക്കാണെങ്കിൽ എന്നെ കാണണമെന്ന് തോന്നുമ്പോഴാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ടെങ്കിലും അവർക്ക് ഇങ്ങോട്ട് വരണ്ടേന്നൊക്കെ ചോദിക്കുന്ന സമയത്താണല്ലോ നമ്മുടെ ചന്ദ്രമതി അവരിങ്ങോട്ട് വരേണ്ട കാര്യമില്ല, അതിപ്പോൾ നല്ലൊരു വിശേഷ ദിവസമായാലും അല്ലാത്ത ദിവസമാണെങ്കിലും അവരിങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മൾ രേവതി ആണെങ്കിൽ സങ്കടത്തോടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ ശ്രുതിയാണെങ്കിലും നമ്മൾ ശ്രുതിയെടുത്ത് പറയുന്നുണ്ട്, ആൻറ്റി എന്തായാലും അങ്കിള് പറഞ്ഞിട്ട് വന്നതെന്നൊന്നും തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ആൻറ്റി ആദ്യമേ അങ്കിള് പറഞ്ഞപ്പോൾ വന്നില്ലെങ്കിലല്ലെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സംഭവം വേറെ എന്തോ ചതി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വരുന്ന ഒരാളും അല്ല ആൻറ്റി എന്നൊക്കെയാണ് നമ്മൾ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.